ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നെല്ലിക്ക വെച്ചിട്ട് നല്ല അടിപൊളിയൊരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം, എല്ലാ ദിവസവും ഓരോന്ന് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ. നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ പ്രഷർ ലെവൽ ബാലൻസ് ചെയ്യാനും നമ്മുടെ ഷുഗർ ലെവലിനെ കുറച്ച് നിർത്താനും, അതുപോലെ തന്നെ നമുക്ക് ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, അയൺ കണ്ടൻറ്റ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. അതുപോലെ പിന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, നമുക്ക് ഓർമ്മശക്തി കുറവോ മറ്റെന്തെങ്കിലുമൊക്കെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നെല്ലിക്ക നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ നല്ലൊരു കാര്യമാണ് നെല്ലിക്ക ദിവസവും കഴിക്കുക എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ നമുക്കിത് എല്ലാ ദിവസവും കിട്ടണമെന്നില്ല. ഇപ്പോൾ ഇതിൽ സീസണാണെന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ ഒരു യാത്ര പോകുന്ന വഴിയിൽ ഒരുപാട് നെല്ലിക്ക ഇങ്ങനെ ഒരാൾ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനിതാ നെല്ലിക്ക നന്നായിട്ട് ഇത്രയും കഴുകിയെടുത്ത് ആവിയിലൊന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുത്തു. എന്നിട്ട് അത് നന്നായി ചൂടാറിയതിന് ശേഷം അതെല്ലാം ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഫോർക്ക് കൊണ്ട് നിറയെ ഇങ്ങനെ ദ്വാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. നമുക്ക് ഇത് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കണമെന്ന് ഉള്ളതായിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. അതല്ല, പെട്ടെന്ന് കഴിച്ച് തീർക്കാനാണെങ്കിലും അതും പറ്റും. പക്ഷേ ഇത് ഒരുപാട് എടുത്ത് വെക്കാം. നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഓരോന്നും പിന്നെ ഫോർക്ക് കൊണ്ടൊക്കെ കുത്തി പിന്നെ സുഷിരങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, ശർക്കര നന്നായിട്ട് ചീകിയെടുത്ത് കേട്ടോ. എന്നിട്ട് ശർക്കര ചീകിയെടുത്തതിന് ശേഷം അതിലേക്ക് ഈ നെല്ലിക്ക എല്ലാം ഇട്ട് ഇങ്ങനെ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സ് ഒന്ന് കാണാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നെല്ലിക്കയിലുള്ള ആ ഒരു വെള്ളവും പിന്നെ ആ ശർക്കര ഇങ്ങനെ ഉരുകി വരുന്നതിൻ്റെ വെള്ളവും കൂടെ ചേർന്നിട്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട്. പക്ഷെ നമ്മളത് നല്ല തിക്കാവുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ കുറുക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നല്ല തിക്കായിട്ടിരിക്കണം കേട്ടോ. ആ നെല്ലിക്കയിൽ ഇങ്ങനെ ഇച്ചിരി പുരണ്ടിരിക്കുന്ന പോലെ ആയിരിക്കണം ആ ശർക്കര പാനി ഉണ്ടാവേണ്ടത്. ഞാൻ പിന്നെ അതിലേക്ക് ഇത്തിരി ചുക്കുപൊടിയും കൂടെ ചേർത്ത് കിട്ടും. അപ്പോൾ ആ ചുക്കുപൊടിയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നമുക്ക് നല്ല രസം ഉണ്ടായിരിക്കും. നല്ലൊരു ഫ്ലേവറാണല്ലോ ചുക്കുപൊടിക്ക്. അപ്പോൾ അതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം തിക്കായി വന്നു. നമ്മൾ വിചാരിച്ചൊരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്.
നെല്ലിക്കയിലൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, അതിൻ്റെ ആ ഗ്യാപ്പ് ലൈനിലൂടെയൊക്കെ ഇതിങ്ങനെ കയറിപ്പോയ പോലെയുള്ള അടയാളം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണിത്. പക്ഷേ ഇനി കുറച്ച് ദിവസം നമ്മളിത് അടച്ച് ഒരു ഭരണിയിലാക്കി വെച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ദിവസവും നമുക്കിത് ഓരോന്ന് എടുത്ത് കഴിക്കാം, 1-2 എടുത്ത് കഴിക്കാം. അത്രയും നല്ലതാണ്. നമ്മുടെ ഹെൽത്ത് മാറ്റേഴ്സിന് എപ്പോഴും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് നെല്ലിക്ക. ആയുർവേദത്തിലൊക്കെ പ്രത്യേകം പറയുന്നൊരു കാര്യമാണ് നെല്ലിക്ക ദിവസവും കഴിക്കുക എന്നുള്ളത്. പിന്നെ കുട്ടികൾക്കൊക്കെ പണ്ട് മുതലേ നമ്മൾ കൊടുക്കുന്നൊരു കാര്യമല്ലേ, ചവനപ്രാശമൊക്കെ നെല്ലിക്കേൻ്റെ ഒരുപാട് കണ്ടൻ്റുള്ള ഒരു സംഭവമാണല്ലോ അത്. അപ്പോൾ ഇതാ നമ്മുടെ നെല്ലിക്കയുടെ ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമ്മൾ തേൻ നെല്ലിക്കയൊക്കെ കഴിക്കാറുണ്ടല്ലോ അല്ലേ, തേനിട്ട് വെച്ചതാണല്ലോ അത്. അപ്പോൾ അതിന് പകരം നമ്മളിങ്ങനെ ശർക്കര ആണ് ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു കുഞ്ഞു ഭരണിയിലേക്ക് ഇതെല്ലാം വെക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാവും. കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായാൽ മതിയായിരുന്നു. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് കഴിച്ച് തീർക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓക്കെ, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.